Question number 9. Let f from n to n be defined by f of n is equal to n plus 1 if n is odd, n by 2 if n is even. For every n belongs to n, state whether the function f is bijective. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെങ്കിൽ അത് ഇൻജക്റ്റീവ് ആയിരിക്കണം, സർജക്റ്റീവ് ആയിരിക്കണം. ഇൻജക്റ്റീവ് എന്ന് വെച്ചാൽ 1 1, സർജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ 2. അപ്പോൾ 1 1ഉം ഓൺ 2ഉം ആയാലാണ് നമുക്ക് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബൈജക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം 1 1 ആണോ നോക്കുക. 1 1 ആയില്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ പറയാൻ പറ്റും ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബൈജക്റ്റീവ് അല്ലെന്ന്. 1 1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺ 2 ആണോ നോക്കും. ഓൺ 2 ആയിക്കഴിഞ്ഞാൽ ബൈജക്റ്റീവ് ആവും, ഓൺ 2 ആയില്ലെങ്കിൽ ബൈജക്റ്റീവ് ആവും. നമുക്ക് ഈ ഫസ്റ്റ് തന്നെ ഈ ഫംഗ്ഷൻ 1 1 ആണോ നോക്കാം. ഇനി ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഓഡ് നമ്പറിനും ഈവൺ നമ്പറിനും രണ്ട് ഫംഗ്ഷൻസ് ആയിട്ട് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് n to n ആണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. എഫ് ഓഫ് n ഇസ് ഈക്വൽ ടു n പ്ലസ് 1/2 n/2 ആയിട്ടാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇനി 1 1 ആണോ എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാറ്. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 ആയിരിക്കണം. ഈ x1 x2 ഒക്കെ ഡൊമൈനിലത്തെ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ടോ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ x1ഉം x2 നമ്മൾ എന്നിലത്തെ രണ്ട് എലമെൻറ്റ്സ് ആയിട്ട് എടുക്കുകയാണ്. ഇവിടെ ഫംഗ്ഷൻ ഓഡിനും ഈവണ്ണും രണ്ട് ഫംഗ്ഷൻസ് ആയിട്ട് ആണ് ഡിഫൈൻ ചെയ്തേക്കുന്ന കാരണം കൊണ്ട് നമ്മൾ x1 എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ഒരു ഓഡ് നമ്പറായിട്ട് എടുത്തു. ഇനി x2 എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പറായിട്ട് എടുത്തു. അപ്പോൾ 1ഉം 2 എടുത്തു. 1ഉം 2 എവിടുത്തെ എലമെൻറ്റ്സാണ്, എന്നിലത്തെ എലമെൻറ്റ്സ് ആണ്, അതായത് ഡൊമൈനിലത്തെ എലമെൻറ്റ്സ് തന്നെയാണ്. സച്ച് ദാറ്റ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. ഇനി ഇത് ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 എന്ന് കാണിക്കണം. ഇതിൽ എഫ് ഓഫ് x1 എന്ന് പറയുന്നത് എന്താ, എഫ് ഓഫ് x1 എന്ന് പറയുന്നത് 1 ആണ്. എഫ് ഓഫ് 1 വരും. 1 എന്താണ്, 1 എന്ന് പറയുന്നത് ഓഡാണ്. ഓഡ് നമ്പറിന് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണ്, n പ്ലസ് 1/2 ആണ്. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1/2. ഇവിടെ എഫ് ഓഫ് 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 1 പ്ലസ് 1/2 ആണ്. അതായത് 2/2 ഈക്വൽ ടു 1 വരും. ഇനി x2 എന്ന് പറയുന്നത് നോക്കുമ്പോൾ x2 2 ആണ്. 2 എന്ന് പറയുന്നത് ഈവൻ ആണ്. ഈവൻ ആകുമ്പോൾ n/2 ആണ്. അപ്പോൾ എഫ് ഓഫ് x2 ഈക്വൽ ടു x2 എന്ന് പറയുന്നത് 2 ആണ്. എഫ് ഓഫ് 2 വരും. 2 എന്ന് പറയുന്നത് ഈവൻ ആകുമ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് n/2 ആണ്. അതായത് 2/2 ആണ്. അപ്പോൾ 1 എന്ന് പറഞ്ഞു കിട്ടി. 2/2 ഈക്വൽ ടു 1. അതായത് എഫ് ഓഫ് x1ഉം എഫ് ഓഫ് x2നും സെയിം വാല്യൂ ആണ്. അതായത് ഇമേജ് x1ഉം x2ഉം രണ്ട് ഡിഫറെൻറ്റ് നമ്പേഴ്സാണ്. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് എലമെൻറ്റ്സിന് ഒരു ഇമേജാണ് ഇതിൽ ഉള്ളത്. x1ഉം x2ഉം 1ഉം 2 ആണ്. പക്ഷേ എഫ് ഓഫ് x1ഉം എഫ് ഓഫ് x2ഉം സെയിം തന്നെയാണ്. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് എലമെൻറ്റ്സിന് ഒരു ഇമേജാണ്, അതായത് കോമൺ ആയിട്ടുള്ള ഒരു ഇമേജാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 1 1ൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് എന്ത് പറയാം, ഇത് 1 1 അല്ലെന്ന് പറയാൻ പറ്റും. Therefore, f of x1 is equal to f of x2 ആണ് for x1 not equal to x2. രണ്ട് ഡിഫറെൻറ്റ് എലമെൻറ്റിന് ഒരു ഇമേജാണ്, കോമൺ ഇമേജാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹെൻസ് എഫ് ഈസ് നോട്ട് 1 1. അപ്പോൾ 1 1ഉം ഓൺ 2 ആകുമ്പോഴാണ് എഫ് ബൈജക്റ്റീവ് ആവുന്നത്. അപ്പോൾ എഫ് 1 1 അല്ല. അപ്പോൾ നമുക്ക് ഓൺ 2 ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഇപ്പം തന്നെ പറയാം. 1 1 അല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് പറയാം എഫ് എന്ന് പറയുന്നത് ബൈജക്റ്റീവ് അല്ലെന്നും പറയാം. ആൻഡ് ഹെൻസ് നോട്ട് ബൈജക്റ്റീവ്. താങ്ക് യു.